നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീഡനക്കേസിൽ 2 മാസം ജയിലിൽ കഴിഞ്ഞ യുവാവിന് ലിംഗമില്ല. ദക്ഷിണാഫ്രിക്കയിൽ പീഡനക്കേസിൽ യുവാവ് 2 മാസം ജയിലിൽ കഴിഞ്ഞ സംഭവത്തിൽ വൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. 2020-ൽ 11 വയസ്സുള്ള അയൽക്കാരി യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചതായി ആരോപിച്ചുകൊണ്ട് ഇയാൾക്കെതിരെ കേസ് നൽകുകയായിരുന്നു. ഇതിന്റെ പേരിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു. ക്വാസുലു നാറ്റൽ പ്രവിശ്യയിലെ എസാഖേനി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ഇയാൾക്കെതിരെ പീഡന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥയെ യുവാവിന്റെ പിതാവ് സമീപിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വഴിമാറുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മകനെ ഖണ്ഡീകരിക്കുകയും ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നും അതിനാൽ അയാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് കാണിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിതാവ് ഹാജരാക്കുകയും ചെയ്തതാണ് സംഭവം. എന്നാൽ ഈ രേഖകൾ നൽകിയിട്ടും കേസ് ഓഫീസർ പ്രോസിക്യൂട്ടറെ അറിയിക്കാതെ തെളിവുകൾ മറച്ചുവെക്കുകയാണ് ഉണ്ടായത്. നിരപരാധിയായ മനുഷ്യനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. 54 ദിവസം മോശമായ സാഹചര്യങ്ങൾ തടവിൽ കഴിഞ്ഞ ഇയാളുടെ പിതാവ് മെഡിക്കൽ രേഖകൾ പ്രോസിക്യൂട്ടർക്ക് നൽകിയതോടെയാണ് ഈ പീഡന കേസ് കള്ളമാണ് എന്ന് വ്യക്തമാകുകയും കേസ് പിൻവലിക്കുകയും ചെയ്യുന്നത്. നിലവിൽ 21 വയസ്സുള്ള യുവാവിനെ 12 വയസ്സുള്ളപ്പോൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും ഇടത് ചെവി, ജനനേന്ദ്രിയം എന്നിവ ആക്രമികൾ മുറിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇത് കോടതിയിൽ തെളിഞ്ഞതിനെ തുടർന്ന് നിരപരാധിയായിട്ടുള്ള ഈ യുവാവിന് 35,000 പൗണ്ട് നഷ്ടപരിഹാരം നൽകിയിരിക്കുകയാണ്. കിഡ്നാപ്പിംഗ് സംഘം തട്ടിക്കൊണ്ടുപോയതിനു ശേഷം സ്വകാര്യ ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടതായ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയതോടെയാണ് ജഡ്ജി ജോൺസൺ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനമെടുക്കുന്നത്. ഇയാളുടെ ചെവി മുറിച്ചു മാറ്റുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയും ചെയ്ത നിലയിൽ കണ്ടെത്തിയതായും ജഡ്ജിക്ക് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കിഡ്നാപ്പിംഗ് സംഘം തട്ടിക്കൊണ്ടുപോയതിനു ശേഷം സ്വകാര്യ ഭാഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയതായി ജഡ്ജി ജോൺസൺ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നടപടിയെടുത്തത്. ഇയാളുടെ ചെവി മുറിച്ചു മാറ്റുകയും റെയിൽവേ സ്റ്റേഷനിൽ രക്തം വാർന്നൊഴുകുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തതിന്റെ തെളിവുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥ തന്റെ പക്കലുള്ള വസ്തുക്കൾ വിലയിരുത്തിയിരുന്നില്ല എന്നും അയാൾക്ക് കുറ്റം ചെയ്യാൻ കഴിയില്ല എന്നും കോടതിക്ക് മുന്നിലുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് ജഡ്ജി ഇതിനു പിന്നാലെ പറഞ്ഞു. പരാതിക്കാരന്റെ പിതാവ് നൽകിയ തെളിവുകൾ കേസ് ഓഫീസർ പ്രോസിക്യൂട്ടറെ അറിയിച്ചില്ല എന്നത് വലിയ ഗുരുതര കുറ്റമാണെന്നും അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ കാരണം പീഡനം ചെയ്യാൻ കഴിയില്ല എന്ന രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മറച്ചുവെച്ചതിന് വലിയ പിഴ നൽകുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. കേസ് ഓഫീസറുടെ ഈ വീഴ്ച കാരണം പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും മോശം സാഹചര്യങ്ങളിലൂടെ അവന് ജീവിക്കേണ്ടി വന്നതും വളരെ വലിയ ശോചനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എന്നും ജഡ്ജി പറയുകയുണ്ടായി. നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്തതായി കണ്ടെത്തിയെന്ന് ഇതിന് പിന്നാലെ ജഡ്ജി പ്രഖ്യാപിച്ചു. കുറ്റമൊന്നും ചെയ്യാത്ത ഇയാൾക്ക് തടവിന് മാപ്പപേക്ഷയോ വിശദീകരണമോ ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ 80,000-ഓളം റാൻഡ് അഥവാ 35,000 പൗണ്ട് നഷ്ടപരിഹാരം നൽകാനും നിയമപരമായ ചെലവുകൾ നൽകാനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വിധി നീതിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ളത് തന്നെയാണെന്നും കോടതിക്ക് നന്ദിയെന്നും ഈ നഷ്ടപരിഹാരം അയാളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി പേര് വെളിപ്പെടുത്താനാകാത്ത യുവാവിന്റെ അഭിഭാഷകൻ റോബർട്ട് വാൻ വിക് വ്യക്തമാക്കി.